ഹേ ഗൈസ്, രാവിലെ എഴുന്നേറ്റപ്പോൾ പാനിപ്പൂരി കഴിക്കാനൊരാഗ്രഹം. ആൻഡ് പ്ലീസ് ഇഗ്നോർ മൈ ഹെയർ സ്റ്റൈൽ. ഇപ്പം ശരിയായി. ആർക്ക്? എനിക്ക് പണ്ടേ അങ്ങനെ മുടി അഴിച്ചിട്ട് വരുമ്പോൾ ഒരു പ്രത്യേകതരം കോൺഫിഡൻസ് ഇങ്ങനെ വരും. നിങ്ങൾക്ക് അങ്ങനാണോ? അപ്പോൾ കമ്മിങ് ടു പാനിപ്പൂരി. പുറത്തുപോയി കഴിക്കാൻ ഇൻട്രസ്റ്റ് ഇല്ലാത്തത് കൊണ്ട് വീട്ടിൽ തന്നെ ഉണ്ടാക്കി. ഇതാണ് ഫില്ലിങ്. നല്ല സ്പൈസി ആയിരുന്നു കേട്ടോ. അത്യാവശ്യം സ്പൈസ് വേണമെന്ന് പറഞ്ഞതേ എനിക്ക് ഓർമ്മയുള്ളൂ. ഇത്രയും സ്പൈസി ആക്കുമെന്ന് ഞാൻ വിചാരിച്ചില്ല. പിന്നെ ഞങ്ങൾ കുറേ നേരം കഴിച്ചു കേട്ടോ. എന്നിട്ടാണ് ഈ വീഡിയോയുടെ കാര്യം ഓർത്തത്. അതുകൊണ്ടാണ് എത്ര മെസ്സി ആയിട്ട് കിടക്കുന്നത്. ഇവിടുത്തെ പാനിപ്പൂരി വാല ഭയ്യൊക്കെ ഞാൻ തന്നെ. ആദ്യം എൻ്റെ സന്യാസി സ്റ്റൈൽ ഹെയർ സ്റ്റൈൽ കൊണ്ട് തന്നെ ആവാം. അപ്പോൾ ആദ്യം ഇത് പൊട്ടിച്ചിട്ട് ഈ ഫില്ലിങ് ഇങ്ങനെ എടുത്തിട്ട് ഇച്ചിരി മതി കേട്ടോ. അപ്പോൾ തന്നെ നല്ല എരിയായിരിക്കും. ഞാൻ എന്തിനാണ് രണ്ടാമതും എടുക്കുന്നത്? നിങ്ങളെ കാണിക്കാനാണേ. പിന്നെ കുറച്ച് പുളിവെള്ളം കൂടി ഇട്ടിട്ട് ഇങ്ങനെ അങ്ങോട്ട് കഴിക്കുക. സൂപ്പർ. ഇനി അച്ഛൻ ട്രൈ ചെയ്യാൻ പോവാണേ. ട്രൈ ചെയ്യലല്ല, നിങ്ങളെ കാണിക്കാൻ പോവാണേ. ഒരു പരിഷ്കാരി വന്നിരിക്കുന്നു. ഫോർക്ക് കൊണ്ടേ കുത്തു. എന്നാലും കൈ കൊണ്ട് ചെയ്യുന്ന ആ വൃത്തി വരത്തില്ല. അച്ഛനെടുക്കുന്ന ഫില്ലിങ്സ് നോക്കട്ടെ. എൻ്റെ അമ്മോ, അച്ഛന് പണ്ടേ സ്പൈസി ഇച്ചിരി ഇഷ്ടമാണേ. പണ്ടൊക്കെ ഒരൊറ്റ ബോക്സി മിർച്ചയൊക്കെ അങ്ങനെ ഇരുന്ന് കഴിച്ചിട്ടുള്ള ആളാണ് ഇത്. ഇപ്പം കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അച്ഛൻ പുളിവെള്ളം ഒഴിക്കാൻ പോവാണ്. ആൻഡ് ഇതാ വായിലോട്ട്. എന്നിട്ട് എഴുന്നേറ്റ് പോയി. ഫോൺ വന്നതാട്ടോ. നേരത്തെ എൻ്റെ സന്യാസി ഹെയർ സ്റ്റൈലല്ലേ കഴിക്കുന്നത് കണ്ടേ. ഇനി എൻ്റെ മുടി അഴിച്ചിട്ട് ഹെയർ സ്റ്റൈൽ. ഒരു പ്രാന്തിനെ പോലുണ്ട്. എന്നാലും കുഴപ്പമില്ല, കോൺഫിഡൻസ് കൂടിയല്ലോ. ഞാനൊരു പാനിപ്പൂരി ഫാനൊന്നും അല്ല കേട്ടോ. ഞാൻ ആദ്യമായിട്ട് ട്രൈ ചെയ്യുന്നത് കോളേജിൽ വെച്ചാണേ. ഒരെണ്ണം വായിലിട്ടതേ ഉള്ളൂ. അതോട് വെറുത്തുപോയ സാധനമാണ് കേട്ടോ ഇത്. പിന്നീട് എപ്പോഴോ ഒരു വീഡിയോ കണ്ടിട്ട് ക്രേവിങ്സ് തോന്നി വീട്ടിലുണ്ടാക്കി നോക്കി കേട്ടോ. അപ്പോൾ എനിക്കിത് ഇഷ്ടപ്പെട്ടു. അതിനുശേഷം വീട്ടിൽ നിന്നല്ലാണ്ട് ഞാൻ പുറത്തുനിന്ന് പാനിപ്പൂരി ഒരിക്കലും കഴിച്ചിട്ടില്ല. നിങ്ങൾ എത്ര പേർക്ക് പാനിപ്പൂരി ഇഷ്ടമാണ്? കമൻറ്റ് ബിലോ.